എല്ലാവർക്കും JP നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെ ആമസോണിൽ നിന്ന് വാരി സോളാറിന്റെ 550 വാട്ട്സിന്റെ 2 പുതിയ സോളാർ പാനൽ വാങ്ങിയിരിക്കുകയാണ്. ഈ കാണുന്ന 4 സോളാർ പാനൽ 550 വാട്ട്സിന്റെ വാരി സോളാറിന്റെ തന്നെ നമ്മുടെ വീട്ടിൽ ഏതാണ്ട് ഒരു 1.5 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഉപയോഗിക്കാനാണ് ഈ പറഞ്ഞ 2 സോളാർ പാനൽ നമ്മൾ വാങ്ങിയിരിക്കുന്നത്. കൂട്ടുകാരെ, നമുക്ക് ഈ സോളാറിൻ്റെ കച്ചവടമൊന്നുമില്ല. അതുകൊണ്ട് ഇതൊരു കച്ചവട തന്ത്രമായിട്ട് ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നൊന്നുമില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ അപ്ഡേറ്റൊക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പണിയെടുത്ത് കിട്ടിയ പൈസ വെച്ചിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ്. അതിപ്പോൾ നമ്മൾ ഇടയ്ക്ക് കുറേ നഷ്ടങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് നഷ്ടമുണ്ട്, ലാഭമുണ്ട്. പക്ഷേ അതിലൊന്നും നമുക്ക് ഒരു നിരാശയുമില്ല. ഈ സോളാറിൻ്റെ പരീക്ഷണത്തിൽ തന്നെ എനിക്ക് ഒരുപാട് പൈസ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് പുതിയ അറിവ് അതുകൊണ്ട് കിട്ടുകയും ചെയ്തു. മച്ചന്മാരെ, നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ ചോദിക്കാൻ മറക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മാക്സിമം നമുക്ക് അറിയാവുന്ന രീതിയിൽ ഉത്തരം തരുന്നതാണ്. നിങ്ങളിപ്പോൾ വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാലേ ഇപ്പോൾ ചിലപ്പോൾ മറുപടി തരാൻ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ എടുക്കും. കാരണം ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ചുമ്മാ നുണ പറഞ്ഞാൽ കേട്ടോ, കാര്യമായിട്ട് പറയുന്ന കേട്ടോ, ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഒരുപാട് പേര് വന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ചിലർ വന്നിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കും. പിന്നെ ചിലർ വന്നിട്ട് പറയും, നീ ഒരു മണ്ടറാണ്, നീ ഇത്രയും പൈസ മുടക്കിയിട്ട് നിനക്ക് എത്ര കൊല്ലം കഴിഞ്ഞാലും ലാഭം കിട്ടില്ല എന്നൊക്കെ. ഇതുപോലെ സംസാരിക്കുന്നവർ ഈ യൂട്യൂബിൽ വന്നിട്ട് കമൻറ്റ് അടിച്ചു കഴിഞ്ഞാലേ എനിക്ക് അവിടെ നിന്ന് ഒരു 10 പൈസയും കിട്ടും. അപ്പോൾ നമുക്ക് അത്ര ലാഭമുണ്ട്. അതിലാണ്ട് ഞാനിത് പൈസ മേടിച്ച് ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല. ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കച്ചവട തന്ത്രമായിട്ട് സംസാരിക്കാറൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെ മാക്സിമം നമ്മൾ പറ്റിക്കാണ്ട് നോക്കാറുമുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാർ ഉണ്ട് നിലവിൽ വീഡിയോസിലൊക്കെ. നമുക്ക് കറക്റ്റായിട്ട് അറിയാം. മിക്ക വീഡിയോയിലും കമൻ്റ് അടിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോഴും വീഡിയോ ചെയ്യുന്നത്. നമുക്ക് യാതൊരുവിധ കച്ചവടം ഒന്നുമില്ല. നമ്മളിത് ഓൺലൈൻ വഴി വാങ്ങുന്നതാണ്. അതിൻ്റെ പർച്ചേസ് ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി ഇപ്പോഴത്തെ പ്രൈസൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. നിലവിൽ നമ്മുടെ വീട്ടിലെ 24 വോൾട്ട് 100 എച്ചിൻ്റെ ഒരു ലിഥിയം ബാറ്ററി പാക്കാണ് ഇരിക്കുന്നത്. അതായത് 2 കിലോ വാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്ക്. നമ്മൾ ഇനി അത് 48 വോൾട്ടിലേക്ക് മാറ്റുകയാണ്. അവിടെ നമുക്ക് 11 കിലോ വാട്ട് സ്റ്റോറേജാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 550 വാട്ട്സിൻ്റെ 4 സോളാർ പാനലും അതിൻ്റെ കൂടെ ഇപ്പോൾ വാങ്ങിച്ച 2 550 വാട്ട്സിൻ്റെ പാനലും കൂടെ കൂട്ടി മൊത്തം 6 550 വാട്ട്സിൻ്റെ സോളാർ പാനൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 3 കിലോ വാട്ടിൽ കൂടുതൽ സോളാർ പാനൽ കിട്ടിക്കഴിഞ്ഞു. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 11 കിലോ വാട്ടിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ രാത്രിയിലും അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്ന സെറ്റപ്പാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 24 ഒക്കെ ഉപയോഗിക്കുമ്പോഴേ നമ്മളിപ്പോൾ രാത്രിയിലൊക്കെ ആണെങ്കിൽ ചില ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് പവർ മൊത്തത്തിൽ ചാർജ് തീരുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഒരു അടിപൊളി സോളാർ സെറ്റപ്പ് നമ്മൾ ഗ്യാസും KSEB ഒന്നും ഉപയോഗിക്കാനുള്ള സെറ്റപ്പാണ് നോക്കുന്നത്. അതിലേക്ക് വാങ്ങിച്ച BMSഉം അതിൻ്റെ സെല്ലും അതിൻ്റെ ആക്റ്റീവ് ബാലൻസറും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോസായിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. അതിലാണ്ട് ഇതിനെക്കുറിച്ച് വേറെ സെറ്റപ്പൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഒരു പരീക്ഷണങ്ങൾ അതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. അതിനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. 24 വോൾട്ട് വെച്ചിട്ടേ ഒരു സോളാർ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് KSEB ഉപയോഗിക്കാണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഇരുന്നപ്പോൾ കുറച്ചധികം നമുക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് കുറച്ചും കൂടെ നല്ലൊരു ബാക്കപ്പ് സെറ്റപ്പും കുറച്ചും കൂടെ സോളാർ പാനൽ കൂട്ടി ഉള്ളൊരു സെറ്റപ്പ് നമ്മൾ നോക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ രാത്രിയിൽ നമ്മുടെ വീട്ടിൽ ഈ പറഞ്ഞ 11 കിലോ വാട്ട് ലിഥിയം ബാറ്ററി പാക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു ലോഡും ഇല്ല. വേണമെങ്കിൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പാചകം ചെയ്യാം എന്നല്ലാണ്ട് വേറെ ലോഡൊന്നുമില്ല. ഇനി AC ഒക്കെ പിന്നീട് വാങ്ങണം. നമ്മളിപ്പോൾ ഇതിനായിട്ട് കുറേ പൈസ ഇറക്കി. ഇതൊക്കെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലായതുകൊണ്ട് വീട്ടിൽ നിന്ന് പൈസ ഒന്നും വാങ്ങാൻ പറ്റില്ല. സ്വന്തമായിട്ട് പണിയെടുത്തുണ്ടാക്കിയ പൈസയാണ് ഈ മൊത്തം ഇറക്കി കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഓരോ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും. ഒരു പൈസയൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ഓൺലൈൻ വഴി സോളാർ പാനൽ വാങ്ങുന്നതിനെക്കുറിച്ച് ഇതിനു മുമ്പ് തന്നെ 1-2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് കൂടുതൽ ഒന്നും പറയാത്തത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പഴയ കുറച്ച് വീഡിയോസ് നോക്കിയാൽ മതി. കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ 2 സോളാർ പാനൽ നമ്മൾ വാങ്ങിച്ചപ്പോഴേ ഓരോരുത്തരാണെങ്കിൽ 10,000 രൂപ താഴെ വന്നിട്ടുള്ളൂ. നമുക്ക് HDFCയുടെ കാർഡ് ഓഫറിലാണ് അത്ര ഡിസ്കൗണ്ടിൽ കിട്ടിയത്.
കഴിഞ്ഞ വർഷം ഒരു ജനുവരിയിൽ ഉള്ള വില വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും സോളാർ പാനലിന് വില കുറവാണ്. നിങ്ങൾക്ക് ഇപ്പോഴും സോളാർ പാനൽ വാങ്ങാൻ നല്ല പറ്റിയ അവസരമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സോളാർ പാനൽ വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാവുന്ന കേസുള്ളൂ. ഒരുപാട് പേര് നമ്മൾ വാങ്ങിയതുപോലെ തന്നെ ഓൺലൈൻ വഴി സോളാർ പാനൽ വാങ്ങുന്നുണ്ട്. നമുക്ക് പാനൽ കയ്യിൽ കിട്ടുമ്പോൾ പൊട്ടിയിരുന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടെങ്കിലും അവർ മാറ്റിത്തരും, അല്ലെങ്കിൽ പൈസ തിരിച്ചു തരും. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം, കമ്പനിയിൽ നിന്ന് ആളൊന്നും വരില്ല. ഓൺലൈൻ വഴി സോളാർ പാനൽ വാങ്ങിയിട്ട് പൈസ പോയി എന്ന് എൻ്റെ അറിവിൽ ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാട്ടോ. അപ്പോൾ മറ്റു കൂട്ടുകാർക്ക് അതൊരു ഉപകാരമാകും. ഇപ്പോൾ എവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാലും അതിന് ചിലപ്പോൾ എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒക്കെ ഉണ്ടാവാം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.